ഹായ് ആം ആഷ്ബുഷ് ബാംഗ്ലൂർ. ആഷ്ബുഷ് ബാംഗ്ലൂർ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യുക. അടുത്ത് കാണുന്ന ഒരു ബെൽ ഐക്കൺ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഞാൻ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളെ എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ കിട്ടും. ഞാൻ ഇപ്പോൾ ഉള്ളത് മിഡാസിലാണ്. മിഡാസിൽ നമുക്കിപ്പം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അയണിംഗ് മെഷീൻസിനെ പറ്റിയാണ്. അയണിംഗ് മെഷീനെ പറ്റിയിട്ട് പരിചയപ്പെടുത്താം. ഒരു 5 മെഷീൻ ഞാൻ ഇതുമായിട്ട് നിങ്ങളുമായിട്ട് പരിചയപ്പെടുന്നുണ്ട്. അതിന്റെ യൂസേജ് എന്താണ്, അതിന്റെ റേറ്റ് എത്രയാണ്, അത്ര കാര്യങ്ങളെ പറ്റിയാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു അലൻ ട്രൂമാൻ എന്നുള്ള ഒരു അയണിംഗ് മെഷീനാണ്. അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു റേഞ്ചിൽ നിൽക്കുന്ന അലൻ ട്രൂമാൻ എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിന്റെ പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും മിറർ ടൈറ്റാനിയം സ്ട്രൈറ്റ്നർ ആണ്. വെച്ചാൽ മിറർ ടൈറ്റാനിയം സ്ട്രൈറ്റ്നർ എന്ന് പറയുമ്പോൾ അതിന്റെ ഫിനിഷിംഗ് എത്രമാത്രം ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നല്ലേ ഉള്ളൂ. മെയിൻലി നമുക്ക് ഇത്തരത്തിലുള്ള ഇതിന്റെ വോളിയം കൺട്രോൾ വെച്ചാൽ ഹീറ്റ് കൺട്രോൾ വെച്ചാൽ ഇതിന്റെ ഇൻസൈഡിലായിട്ടാണ് അവർ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ വേറൊരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സാധാരണ ഒരു അയണിംഗ് ഇതേപോലെ ഞാനിപ്പോൾ ഒരു ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ ആ ഹീറ്റ് കൺട്രോൾ ഇടയ്ക്കിടയ്ക്ക് ടച്ച് ചെയ്തിട്ട് അത് ഓഫ് ആകാനും ഓൺ ആകാനുള്ള ചാൻസ് കൂടുതലാണ് മറ്റുള്ള അയണിംഗ് മെഷീനെ അപേക്ഷിച്ചിട്ട്. ഇതിന്റെ ഇൻസൈഡിൽ ചെയ്തുകൊണ്ട് നമുക്കത് കുറച്ചും കൂടി നമുക്ക് ഈസിയാണ്. പ്രത്യേകിച്ചും ബിഗിനേഴ്സിനൊക്കെ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിന്റെ ഹീറ്റിന്റെ മാക്സിമം കൺട്രോൾ എന്ന് പറഞ്ഞാൽ 230 വോൾട്ട് ആണ് ഇതിന്റെ മാക്സിമം കൺട്രോൾ ആയിട്ട് വെച്ചിരിക്കുന്നത്. ഇതൊന്നും കൂടി ഇതിന്റെ ടെക്നീഷ്യനായിട്ട് നമുക്ക് ഒന്നും കൂടി ഇതിന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പരിചയപ്പെടാം. ഇതിന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഇതിപ്പോ അലൻ ഇതിന്റെ ഫിനിഷിംഗ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നമുക്ക് ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരാൾക്കാർക്ക് ചില പേഴ്സണൽ യൂസിനൊക്കെ ഇത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? എന്നുവെച്ചാൽ നമുക്ക് ആ റേഞ്ചല്ലേ, റേഞ്ച് എത്രയാണ് വരുന്നത്? 2740 ആണ് ഇതിന്റെ റേഞ്ച് ഉള്ളത്. ഇതിന്റെ റേഞ്ചിനോട് ചേർത്ത് നമുക്ക് നമ്മുടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നമ്മുടെ മിഡാസിന്റെ ഭാഗത്ത് നിന്നുള്ള സൈഡിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് 20% അതിന്റെ ഡിസ്കൗണ്ടും കൂടിയാണ് നമുക്ക് ഇതിന്റെ അവൈലബിൾ ആണ്. ഇതിന് അപ്പൊ 20% വെച്ചാൽ നല്ലൊരു അവൈലബിൾ ആണ്. 1000 റുപ്പീസ് ഞങ്ങൾക്ക് കിട്ടുന്ന 100 റുപ്പീസ് 2000 വരുമ്പോഴേക്കും ഏകദേശം 200 റുപ്പീസിന്റെ ഡിസ്കൗണ്ട് ഈ അലൻ ട്രൂമാന്റെ ഈ അയണിംഗ് മെഷീൻ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് യൂസ് ചെയ്യാനും വളരെ നല്ലതാണ്. അതിന്റെ പ്ലേറ്റ് നിങ്ങൾ കണ്ടല്ലോ, ഈ പ്ലേറ്റ് ടൈറ്റാനിയം മിറർ ഫിനിഷിംഗ് ആണ് വരുന്നത്. അപ്പൊ അതിന്റെ ക്വാളിറ്റി എത്രമാത്രം നന്നായിട്ടുണ്ടാവും നിങ്ങൾക്ക് മനസ്സിലാക്കണല്ലോ. ഇനി അടുത്തതിലേക്ക് നോക്കാം ഏതാ വരുന്നത് എന്നുള്ള കാര്യത്തില്. അടുത്ത ഞാൻ ഈ അലൻ ട്രൂമാന്റെ പരിചയപ്പെടുത്തുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവരുടെ കമ്പനിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് പരിചയപ്പെടുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് വെച്ചാൽ എത്രയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്? 11,999. ഇതിന്റെ റേറ്റ് 11,099 റുപ്പീസ് ആണ് വരുന്നത്. അതിനോടനുസരിച്ച് ഇതിന്റെ വേറൊരു മെയിൻ ആയിട്ടുള്ള ഒരു നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിലേക്ക് ഈ ആർഗൺ ഓയിൽ ഒഴിച്ചുകൊണ്ട് നമുക്കിതിനെ അയണിംഗ് ചെയ്യാമെന്നുള്ള ഒരു ഏറ്റവും ഇമ്പോർട്ടൻസ്. ഇതുവരെയും അങ്ങനെയുള്ള ഒരു അയണിംഗ് മെഷീൻ ഇറങ്ങിയിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇനി പുതുതായിട്ട് വേറെ എവിടെ നിന്ന് ഇത് ആദ്യം ലോഞ്ച് ചെയ്തതേ ഉള്ളൂ. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഈ കാണുന്ന ഈ ടാപ്പിലേക്ക് നമ്മൾ ആർഗൺ ഓയിൽ ഒഴിച്ച് നമ്മൾ ഹീറ്റ് കൺട്രോൾ ചെയ്ത് ഹീറ്റിന്റെ കൺട്രോളിംഗ് ഒക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹീറ്റിന്റെ കൺട്രോളൊക്കെ ഇരിക്കുന്നത് ഇതിന്റെ അടിയിൽ തന്നെയാണ്. അതുപോലെ ഇതിന്റെ മുകളിലും ആയിട്ടുണ്ട് കൺട്രോളിംഗ് ചെയ്തിട്ട് 2 ബട്ടൺസ് ആണ്. ഈ 2 ബട്ടൺസിന്റെ എന്താണ് ഉപയോഗം വരുന്നത്? ഇതിന്റെ 2 ബട്ടൺസ് ഇവിടെ കാണുന്നുണ്ട്. ഹോൾഡിംഗ് സിസ്റ്റം ആണ്. ഇതിന്റെ കൺട്രോൾ വരുന്നത് അടിയിലാണ് വരുന്നത് അല്ലെ? അത് ഞാൻ നേരത്തെ കാണിച്ചില്ലേ. ഇതിന്റെ എല്ലാം വരുന്നത് കംപ്ലീറ്റും ഇതിന്റെ റാഡിനോട് ഉള്ളിൽ ചേർത്താണ് ഇരിക്കുന്നത്. അതിന്റെ സ്വിച്ച് ഇരിക്കുന്നത് ഇതിന്റെ ഉള്ളിലായിട്ടാണ്. അപ്പൊ നമുക്ക് ഇത് കാണാൻ പറ്റും അതിന്റെ കൺട്രോൾ. നമുക്ക് ഹീറ്റ് കൺട്രോൾ ചെയ്തിരിക്കുന്ന അടിയിലത്തെ എത്ര നമുക്ക് കൺട്രോൾ ചെയ്യണം, ആ കൺട്രോളിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ കാണിച്ചത്. അടിയിൽ നിങ്ങൾ അത് കൃത്യമായി കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിന്റെ ബട്ടൺസ് ഉള്ളത് ഇൻസൈഡ് ആയിട്ടാണ് അവർ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതുപോലെ മിറർ ഫിനിഷിംഗ് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ടൈറ്റാനിയം മിറർ ഫിനിഷിംഗ് ആണ്. അപ്പോൾ ഒരു മിററിന്റെ ഫിനിഷിംഗ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതലാണ്. അതിൽ കൂടുതലൊരു ഫിനിഷിംഗ് നമുക്ക് കാണാൻ പറ്റത്തില്ല. അത്തരത്തിലുള്ള ഒരു ഫിനിഷിംഗ് ആണ് നമ്മൾ ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഈ കമ്പനിയുടെ എന്തൊക്കെയാണ് വേറെ എന്താ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൽ കാണിക്കുന്ന ഇവിടെ കാണുന്ന ഈ ടാപ്പിനുള്ളിലേക്ക് നമ്മൾ ഈ ആർഗൺ ഓയിൽ ഒഴിച്ചിട്ട് ഈ ഷൈൻ എന്ന് പറഞ്ഞ ഈ ആർഗൺ ഓയിൽ ഒഴിച്ചിട്ട് ഇതൊരു സിറം പോലെയാണ്. ഇതിലേക്ക് നമ്മൾ ഈ കാണുന്ന ഈ സ്പേസിലേക്ക് നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇത് ഹീറ്റ് കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മൾ ഹെയർ കോംബ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ച ശേഷം നമ്മൾ അയണിംഗ് ചെയ്യുമ്പോൾ ഇതിൽ നിന്നും ഈ
സ്പ്രെഡായിട്ട് നമുക്ക് ഹെയറിന് ഈ മിറർ ഫിനിഷിംഗ് ആണ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ചിന്തിക്കാൻ പറ്റുള്ളൂ ഇന്നത്തെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇത്രയും ഒരു ഏറ്റവും നല്ല ഒരു അയണിങ് മെഷീനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് ഇതിൽ കിട്ടാവുന്നതിൽ ഏറ്റവും കൂടുതൽ നല്ല ഒരു മെഷീനാണ് കിട്ടിയിരിക്കുന്നത്. ആ മെഷീനെ സംബന്ധിച്ചോളം നമുക്ക് സ്മൂത്തനിങ്, അതേപോലെ ഹെയർ സ്മൂത്തനിങ്, അല്ല റിബോണ്ടിങ്, ഏത് പേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഓരോ കമ്പനി ഓരോ പലതരത്തിലുള്ള പേരുകളാണ് പറയുന്നത്. റിബോണ്ടിങ്, സ്മൂത്തനിങ്, അയണിങ്, സ്ട്രൈറ്റനിങ്, റിലാക്സേഷൻ, ഇത്രയും ഈ നെയിമിലെല്ലാം അറിയപ്പെടുന്നത് സ്ട്രൈറ്റനിങ് തന്നെയാണ്. ആ സ്ട്രൈറ്റനിങ്ങിന് ഇത് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ എഫക്ട് എന്ന് പറഞ്ഞാൽ വളരെയേറെ കൂടുതലാണ്. അതേപോലെ നമുക്ക് ഹെയർ സ്റ്റൈലിംഗ് ചെയ്യുമ്പോൾ, ബ്രൈഡൽ മേക്കപ്പ് അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ, ഇത്തരത്തിലുള്ള മെഷീൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഒരു അപ്ലിക്കേഷൻ, എന്താ സിറം അപ്ലിക്കേഷന്റെ ആവശ്യം ഇതിനില്ല. അപ്പൊ ഈ മെഷീനെ പറ്റി ഞാൻ കൂടുതലായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾ എപ്പോഴും ഇത്തരത്തിലുള്ള മെഷീൻ, ഇതിന്റെ ബേസിക്കും ഞാൻ പറഞ്ഞു, ഇതിന്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ പറ്റി ഞാൻ ഇവിടെ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി അടുത്ത് എന്താണെന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ HNK എന്നുള്ള പ്രോഡക്റ്റ് ആണ്. ഫ്ലക്സ. അപ്പൊ HNK എന്ന ഈ ഫ്ലക്സിന്റെ ഈ മെഷീന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് 2-in-1 ആണ്. 2-in-1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ മെഷീന്റെ റാഡ് നിങ്ങൾ കണ്ടോ? ഇതിന്റെ റാഡ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ഉള്ളിലത്തെ സെറാമിക് പ്ലേറ്റും അല്ലെ അതേപോലെ ആ പ്ലേറ്റും ഇത് പുറമേയുള്ള ഇതിന്റെ വേറൊരു സ്റ്റൈൽ കണ്ടോ നിങ്ങൾ? ഇതിന്റെ പുറത്ത് ഹീറ്റ് ചെയ്യുന്ന. അപ്പൊ ഇത്തരത്തിലുള്ള ഈ പ്രൊഡക്റ്റ്, ഇത്തരത്തിലുള്ള ഈ മെഷീന്റെ പ്രൊഡക്റ്റ്, ഇതിന്റെ മെയിൻ യൂസേജ് എന്ന് പറഞ്ഞാൽ 2-in-1 എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് അയണിങ് ചെയ്യാനും പിന്നീട് നമുക്ക് ഇതിന്റെ കേളിംഗ് ചെയ്യാനും യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ മെഷീന്റെ ഏറ്റവും വലിയ ഉപയോഗം. അപ്പൊ ഇത് 2-in-1 ആയിട്ട് നമുക്ക് ഒരു മെഷീൻ കൊണ്ട് നടന്നാൽ മതി. ഒന്ന് മെയിൻ ആയിട്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ പ്രൊഡക്റ്റിനെ പറ്റി നമുക്ക് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഈ HNK എന്ന മെഷീൻസിന് നമുക്ക് 2 പ്രോഡക്റ്റാണ്. ഒന്ന് നമുക്ക് വേവി, വെരി കേളി അല്ല, വേവി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത്. അപ്പൊ നമുക്ക് ഒരു ബ്രൈഡൽ മേക്കപ്പിന്റെ ഒരു സ്റ്റൈലിംഗ് ചെയ്യാനോ അതേപോലുള്ള മറ്റുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫംഗ്ഷൻ, എൻഗേജ്മെന്റ്, അതേപോലെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രൈറ്റനിങ്ങും ചെയ്യാം. അതിന്റെ ബേസിക് ആയിട്ട് ഒരു ബേസ് ലൈനിൽ ഒരു ഗൈഡൻസ് സെക്ഷനിൽ നമുക്ക് ഇതിനെ ഒരു കേളിംഗും കൊടുക്കാൻ പറ്റും. കേളിംഗ് എന്ന് പറഞ്ഞാൽ വെരി കേളി അല്ല, വേവി ടൈപ്പ് ആയിട്ട് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും. അത്തരത്തിൽ ഇതിന്റെ റേറ്റിന്റെ കാര്യങ്ങളെ പറ്റിയുള്ള ഒന്ന് സംസാരിക്കാവോ? റേറ്റ് എന്ന് പറഞ്ഞാൽ 4,950 വരെ മാത്രം റേറ്റ്. ഇതിന്റെ റേറ്റ് 4,950 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇത് 2-in-1 ആണ്. 2 മെഷീൻ വാങ്ങുന്നതിന്റെ പകുതി വില മാത്രമേ നമുക്ക് ഇതിന് വരുന്നുള്ളൂ. ഏകദേശം നമുക്കൊരു സ്ട്രൈറ്റനിങ് മെഷീൻ വരുമ്പോൾ 5,000, 6,000, 2,000. 2,000 കാണിച്ചിരിക്കുന്നത് ബേസിക് ആണ്, നേരത്തെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഇത് കാണിച്ചിരിക്കുന്നതിന് 2 ഉപയോഗമുണ്ട്. ഒന്ന് നമുക്ക് ഉപയോഗം എന്ന് പറഞ്ഞാൽ ഒന്ന് സ്ട്രൈറ്റനിങ് ആണ്, അതുപോലെ തന്നെ ഒന്ന് വേവി എന്നുവെച്ചാൽ കേളിംഗ്. അപ്പൊ അത്തരത്തിലുള്ള 2 യൂസേജ് ഇതിലുണ്ട്. ആ യൂസേജിലാണ് പറഞ്ഞിരിക്കുന്നത്. റേറ്റ് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 4,950 ആണ് ഇതിന്റെ റേറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 2 യൂസേജ് ആണ്. അതുപോലെ ഇതിന്റെ ഹീറ്റ് കൺട്രോൾ ബട്ടൺസ് ഒക്കെ ഇരിക്കുന്നത് ഇൻസൈഡ് തന്നെയാണ്, ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിന്റെ 230 ആണ് മാക്സിമം വരുന്നത് അല്ലെ? ഇതിന്റെ ഹീറ്റ് കൺട്രോളിന്റെ മാക്സിമം ലെവൽ എന്ന് പറഞ്ഞാൽ 230 ആണ് ഇതിന്റെ മാക്സിമം ലെവൽ. അതിന്റെ റാഡ് നിങ്ങൾ കണ്ടു കാണും, വളരെ ചെറിയ റാഡാണ്. ഈ ചെറിയ റാഡായതുകൊണ്ട് എന്താ അതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾ ചെയ്യാൻ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിന്റെ ടങ്ങിന്റെ വീതി കൂടി വരുമ്പോഴേക്കും നമുക്കത് കേൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൂടുതലായിട്ട് കാണും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും. ഇതും പേഴ്സണൽ യൂസിന് ഏറ്റവും നല്ലതാണ്. ഒറ്റ ഒരു സാധനം നിങ്ങൾക്ക് ഒരു റാഡ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് 2 യൂസേജ് ആണ് വരുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുമായി ഇനിയും നമുക്ക് നോക്കാം. ഇതിൽ അഡ്വാൻസ് ആയിട്ടുള്ള ഞാൻ 3 പ്രൊഡക്ട്സ് ഇവിടെ കാണിച്ചു. അതിൽ ഏറ്റവും നല്ല 3 പ്രൊഡക്റ്റാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ വിവരങ്ങളോ കാര്യങ്ങളോ ആരെങ്കിലും മിഡാസുമായിട്ട് കോൺടാക്ട് ചെയ്യാം. മിഡാസ് നമ്മുടെ എറണാകുളത്ത് പെൻഡമേനക അല്ലെ? പെൻഡമേനകയിലുള്ള ബാപ്രേഡ് മാളിലാണ് ഉള്ളത്. സോറി അലയൻസ് റെസിഡൻസിലാണുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾ കേട്ടും നിങ്ങൾ കണ്ടും നിങ്ങൾ വന്നും എല്ലാം ഇത് നന്നായിട്ട് പരിചയപ്പെട്ടുണ്ടാകും. അപ്പൊ ഇതിന്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുക. നിങ്ങൾക്ക് ഇതിനുമായിട്ട് കൂടുതൽ ഡീറ്റെയിൽസോ കാര്യങ്ങളോ വേണമെങ്കിൽ നിങ്ങൾ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യും, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. പുതിയ മിഷൻ, പുതിയ പ്രോഡക്ട്സ്, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബൈ. ആഷ്ബുഷ്, ബാംഗ്ലൂർ.